പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നുകൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 40ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് കണ്ണൂരിൽ നിന്നുള്ള ഹണി എന്ന ഒരു സഹോദരിയുടെയും ദിയ എന്ന മകളുടെയും ഒരു സാക്ഷ്യമാണ്. ഒരു കൊച്ചു സാക്ഷ്യമാണ്. ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മുടെ പ്രത്യക്ഷീകരണം നടന്ന പരിശുദ്ധ അമ്മയുടെ അൾത്താരയിൽ നടന്ന വലിയൊരു അത്ഭുതത്തെക്കുറിച്ചുള്ള വലിയൊരു സാക്ഷ്യം. എൻ്റെ പേര് ഹണി. ഞാൻ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് നിന്ന് വരുന്നു. ഇതെൻ്റെ മകൾ ദിയ. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഈ സാക്ഷ്യം നമുക്ക് മുമ്പിൽ തുറന്നിടുന്നുണ്ട്. നമ്മുടെ ചിന്തകളെ പലതരത്തിലേക്ക് ദൈവവുമായിട്ട് അടുപ്പിക്കുന്ന, അതുമല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ആ വലിയ സാമീപ്യം അനുഭവിച്ചറിയുവാൻ നമ്മളെ സഹായിക്കുന്ന വലിയൊരു സാക്ഷ്യ ദൈവാനുഭവമാണിത്. ഞാൻ സാധാരണ എപ്പോഴും പറയാറുള്ളത് പോലെ ഞാനൊരു സാക്ഷ്യം തിരഞ്ഞെടുക്കാൻ നേരത്തെ സ്വർഗത്തിൻ്റെ കണ്ടൻറ്റ്, അതുമല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ വലിയ വെളിപ്പെടുത്തൽ, ദൈവപിതാവിൻ്റെ നേരിട്ടുള്ള സന്ദേശം, അങ്ങനെയുള്ളൊരു സാക്ഷ്യങ്ങളാണ് ഞാൻ ഈ ലിവിങ് ഓറക്കിൾ ശുശ്രൂഷയ്ക്ക് എടുക്കാറുള്ളത്. അതുപോലുള്ളൊരു സാക്ഷ്യമാണ് ഇതും. ഈ ഒരു സാക്ഷ്യം ആരംഭിക്കുന്നത് തന്നെ ഈ അമ്മ ഈ മകളുടെ വലിയൊരു ദൈവാനുഭവം പറഞ്ഞുകൊണ്ടാണ്, മറ്റൊന്നുമല്ല. അത് ദൈവാനുഭവം ഇതാണ്. ഇവിടെ ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ മകൾക്ക് ചെറുതിലെ സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ടേ എപ്പോഴും തലവേദനയും തലകറക്കമൊക്കെ ആയിരുന്നു. സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് എപ്പോൾ എന്നെ വിളിക്കുമായിരുന്നു. ഞങ്ങൾ ഡോക്ടർമാരെ കൊണ്ട് കാണിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സ്കൂളിൽ കണ്ണിൻ്റെ ഡോക്ടർ വന്നപ്പോൾ അവളെ ടെസ്റ്റ് അവർ നോക്കിയിട്ട് പറഞ്ഞു, മോൾക്ക് ഒരു കണ്ണിന് കാഴ്ചക്കുറവുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവളെ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, ഇവൾ ഒരു കണ്ണിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, മറ്റേ കണ്ണ് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് 99% കണ്ണിൻ്റെ കാഴ്ചശക്തി പോയി എന്ന് ഡോക്ടർ പറഞ്ഞു. ഈ ഒരു ദുരിതത്തിലൂടെയും മകള് 5ാം ക്ലാസ് മുതൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ഇരിക്കെയാണ് ഇപ്പോൾ ഈ മകൾ സാക്ഷ്യം പറയുമ്പോൾ ഈ മകൾ പഠിക്കുന്നത് 7ാം ക്ലാസ്സിലാണ്. അങ്ങനെയാണ് കണ്ണൂരിൽ നിന്ന് ഈ അമ്മ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഈ മകളുടെ പ്രത്യേകമായിട്ടുള്ള ഈ നൊമ്പരം മരിയൻ ഉടമ്പടിയിൽ ഒരു വിഷയമായിട്ട് എഴുതിയിട്ട് പ്രാർത്ഥിക്കുന്നത്. ഇത് പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ ദിവ്യബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ വലിയൊരു ദൈവിക ഇടപെടൽ കൂടിയാണ്. സാക്ഷ്യ ദൈവാനുഭവം ഈ അമ്മ പറയുന്നത് ഇപ്രകാരമാണ്. ഞങ്ങൾക്ക് ടെൻഷനായി. ഞങ്ങൾ പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കുർബാന കൂടിക്കഴിഞ്ഞപ്പോൾ മോളെന്നോട് പറഞ്ഞു, എൻ്റെ കണ്ണിലൊരു കരട് പോയിട്ടുണ്ട്, അമ്മയൊന്ന് ഊതി തരാൻ പറഞ്ഞു. ഞാൻ ഇവളുടെ കണ്ണിലൊന്ന് ഊതിക്കൊടുത്തു. പക്ഷേ അത് ഒരു ദൈവിക ഇടപെടലിൻ്റെ വലിയൊരു സൂചനയായിരുന്നു. നമ്മൾ പഴയ നിയമത്തിൽ തോബിത്തിന് ആ കയ്പ പുരട്ടിയപ്പോൾ കാഴ്ച ലഭിച്ചതുപോലെ പുതിയ നിയമത്തിൽ നമുക്കറിയാം സാവൂളിന് ഒരു ചെതുമ്പൽ പോലുള്ള ഒന്ന് അഴിഞ്ഞു വീണ് കാഴ്ച പ്രാപിച്ചതുപോലെ അങ്ങനെയുള്ള ഒരു വലിയ ദൈവാനുഭവം. ഈ മകൾ പറയുന്നത് ഒരു കരട് വീണു എന്നാണ്. പക്ഷേ ആ ഒരു സംഭവത്തിന് ശേഷം, ആ ഒരു ദിവ്യബലിക്ക് ശേഷം പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ നടന്ന ആ ദിവ്യബലിയുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ മകൾക്ക് പൂർണ്ണ സൗഖ്യമാണ് ഈ കണ്ണിന് കിട്ടുന്നത്. വലിയൊരു അത്ഭുതമാണ്. പരിശുദ്ധ ദൈവമാതാവ് നേരിട്ട് വന്നാണ് ഈ മകളുടെ വിഷയത്തിൽ ഇടപെടുന്നത്. പിന്നെ ഇപ്പോൾ ഭയങ്കരമായി പെട്ടെന്ന് കരഞ്ഞു. ഞാൻ പറഞ്ഞു, കരയണ്ട, നീ മാതാവിനോട് പ്രാർത്ഥിച്ചോ, നിനക്ക് മാതാവ് കാഴ്ച തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവളെന്നോട് പറഞ്ഞു, എനിക്ക് ഈശോയും മാതാവിനെയും വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. തുടർന്ന് പിന്നാലെ ഈ അമ്മ മകൾക്ക് മൈക്ക് പാസ് ചെയ്യുന്നുണ്ട്. ഈ മകള് വലിയൊരു ദൈവാനുഭവം പറയും. ഇത് വലിയൊരു ദൈവാനുഭവമാണ്. അതിനേക്കാൾ വലിയൊരു ദൈവാനുഭവമാണ് ഈ മകള് പറയുന്നത് ഇപ്രകാരമാണ്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു.
സാൻസ്ക്രിറ്റും ഹിന്ദിയും ആയിരുന്നു. അത്രയും ദിവസം അമ്മയായിരുന്നു എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം അമ്മ പുറത്തു പോയപ്പം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. സാധാരണ വീടുകളിലൊക്കെ അങ്ങനെയാണ്. പ്രത്യേകമായിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മാതാപിതാക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ അമ്മമാരാണ് മക്കളെ പഠിപ്പിക്കുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ ഇതുപോലെ അമ്മ തന്നെ ആയിരുന്നു എൻ്റെ എല്ലാ എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്, പിന്നെ എൻ്റെ ചേച്ചിമാരും. അപ്പോൾ ഇതേപോലെ അമ്മയാണ് സാധാരണ വിളിച്ചിരുത്തി മകളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അമ്മ ആ ദിവസം പർട്ടിക്കുലറായിട്ട് ഈ മകളുടെ എക്സാം ആണ്, എന്നാൽ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ മകൾക്കാണെങ്കിൽ തനിച്ച് പഠിച്ചിട്ട് ഒന്നും തലയിൽ കയറുന്നില്ല. പക്ഷേ 2 കൊരിന്തോസ് 12:10 തിരുവചനം അനുസരിച്ച് എല്ലാ ബലഹീനതകളിലും ഒരു വാതിൽ ദൈവം നമുക്കായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ ശക്തി എന്നുള്ള ഒരു വലിയ വാതിലാണ്. ഇവിടെ ഈ മകൾക്ക് പരിശുദ്ധ അമ്മയുമായിട്ട് വലിയ ആത്മബന്ധമുണ്ട്. അവൾ ചെയ്യുന്നത് പ്രകാരമാണ്. ഞാനും എൻ്റെ അനിയനായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ അനിയനെ എനിക്ക് അവൻ കളിക്കുന്ന സൗണ്ട് കൊണ്ട് എനിക്ക് പഠിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അവനെ പുറത്തു വിട്ടു. ഞാൻ വാതിലടച്ചു. എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ലായിരുന്നു, പഠിക്കാനും കഴിയുന്നില്ലായിരുന്നു. ഈ മകളൊരു കാര്യം ചെയ്യും, രൂപക്കൂടിൻ്റെ അടുത്ത് വന്ന് മാതാവിനോട് പറയും, എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല, വായിക്കാൻ കിട്ടുന്നില്ല, ഭയങ്കര ടഫാണ്, എനിക്ക് മാതാവ് പറഞ്ഞു തരണം, എനിക്ക് ഒട്ടും പഠിക്കാൻ കഴിയുന്നില്ല, പഠിക്കാനുള്ള ബുദ്ധി തരണം എന്ന് പറഞ്ഞു. ഒരു ശിശു സഹജമായ നിഷ്കളങ്കതയോട് കൂടിയിട്ടാണ് പരിശുദ്ധ ദൈവമാതാവിനോട് ഈ തൻ്റെ നൊമ്പരം ഇങ്ങനെ പറയണത്. കാരണം പരീക്ഷയാണ്, ഇതിനെ സഹായിച്ചില്ലെങ്കിൽ ഇതെല്ലാം കൈവിട്ട് പോകുന്നുള്ള ഒരറ്റകൈ പ്രയോഗം എന്നുള്ള രീതിയിലാണ് ഈ മകളെ രൂപക്കൂടിൽ നിന്നുകൊണ്ട് ഈ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളാരും പറഞ്ഞാൽ വിശ്വസിക്കാത്തൊരു സംഭവം നടന്നവിടെ. ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു കരഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ റൂമിലേക്ക് കയറിപ്പോയി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രൂപക്കൂട്ടിലേക്ക് നോക്കിയപ്പം ഒരു കുഞ്ഞ് ഒരു തീപ്പാണം പോലെ താഴേക്ക് വീഴുന്നു. അപ്പം ഞാൻ അങ്ങോട്ട് ഓടിച്ചേർന്നു. അപ്പോഴത്തേക്ക് മാതാവ് അവിടെ നിൽക്കുന്നതാണ് കണ്ടുകൊണ്ടിരുന്നത്. മാതാവ് എന്നിട്ട് ഞാൻ മുട്ടുകുത്തി അവിടെ നിന്നു. ആ മകള് പറയുന്നുണ്ട്, അമ്മ 2 കൈകളും എടുത്ത് എൻ്റെ തലയിൽ ഇങ്ങനെ വെച്ചു. മാതാവ് എൻ്റെ തലയിൽ തൊട്ട് എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ തല ഫുള്ള് മാതാവിൻ്റെ കൈയായിരുന്നു. ആ മകളിങ്ങനെ ആ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങളത് ഈ സാക്ഷ്യം കേൾക്കണം. എൻ്റെ താഴെ ഈ സാക്ഷ്യം പിൻ ചെയ്യുന്നുണ്ട്. പരിശുദ്ധ മാതാവ് എങ്ങനെയാണ് തൻ്റെ മക്കളെ സന്ധിക്കുന്നത്. നമ്പരത്തോടെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് പരിശുദ്ധ അമ്മ കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുന്ന. ഇതിനു മുമ്പ് ഒരുപാട് കുഞ്ഞുങ്ങളാണ് പരിശുദ്ധ അമ്മയെ കണ്ടു, ഈശോയെ കണ്ടു എന്നൊക്കെ ഇവിടെ അൾത്താരയിൽ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. അത്തരത്തിലൊരു സാക്ഷ്യം കൂടിയാണിത്. ഈ മകള് പറയുന്നുണ്ട്, എൻ്റെ ദേഹം ആകെ ഇങ്ങനെ തണുത്തുറഞ്ഞുപോയി. ഭയങ്കര തണുപ്പൊക്കെ ആയിരുന്നു. എനിക്ക് കയ്യും കാലൊക്കെ വിറത്ത് തണുത്തിരിക്കുമായിരുന്നു. അപ്പത്തേക്ക് ഞാൻ ഓടിപ്പോയി. അപ്പത്തേക്ക് മാതാവ് അവിടുന്ന് പോയായിരുന്നു. തുടർന്ന് ഈ ഒരു പ്രത്യക്ഷീകരണത്തെ സാധൂകരിക്കുന്ന ദൈവാനുഭവം ഈ മകളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. എക്സാം കഴിഞ്ഞു. ഈ മകള് പറയുന്നുണ്ട്, ഈ ഔട്ട് ഓഫ് 24-25 മാർക്സ് ആണ്. അതായത് ഈ സാൻസ്ക്രിറ്റിനും ഹിന്ദിക്കും ഈ മകൾക്ക് ഒന്നും അറിയില്ലാത്ത സബ്ജക്ട്സിന് പരിശുദ്ധ അമ്മ തന്നെ പകർന്നു കൊടുത്ത ജ്ഞാനത്താൽ ഈ മകള് പോയി എഴുതിയപ്പോൾ കിട്ടിയത്. ഈ ഒരു ദൈവാനുഭവം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നത് ബാറൂഖ് പ്രവാചകന്റെ പുസ്തകത്തിലെ തിരുവചനമാണ്. ബാറൂഖ് 3:29-30 തിരുവചനങ്ങൾ. ആരാണ് സ്വർഗത്തിൽ കയറി അവളെ പിടിച്ച് മേഘത്തിൽ നിന്ന് താഴെ കൊണ്ടുവരുന്നത്? സമുദ്രം കടന്ന് അവളെ കണ്ടുപിടിച്ചത് ആര്? തനി സ്വർണം കൊടുത്ത് ആര് അവളെ വാങ്ങും? ബാറൂഖ് 3:29 തിരുവചനം ജ്ഞാനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള തിരുവചനമാണ്. ആരാണ് സ്വർഗത്തിൽ കയറി മേഘത്തിൽ നിന്ന് അവളെ പിടിച്ചിറക്കി താഴേക്ക് കൊണ്ടുവരുന്നത്? ഈ മകൾ പ്രാർത്ഥിച്ചതും അമ്മയോട് പ്രാർത്ഥിച്ചതും അത് തന്നെയാണ്. അമ്മേ, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, നീ ജ്ഞാനം തരണം, നീ എന്നെ പഠിപ്പിച്ചു തരണം. തുടർന്നുള്ള തിരുവചന ഭാഗങ്ങളിൽ ബാറൂഖ് പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. ബാറൂഖ് 3:36-37 തിരുവചനങ്ങൾ. അവിടുന്ന് അറിവിലേക്കുള്ള എല്ലാ വഴികളും കണ്ടെത്തി അവളെ തൻ്റെ ദാസനായ യാക്കോബിന് താൻ സ്നേഹിച്ച ഇസ്രായേലിന് കൊടുത്തു. അനന്തരം അവൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുകയും മനുഷ്യരുടെ ഇടയിൽ വസിക്കുകയും ചെയ്തു. അതെ, താൻ സ്നേഹിച്ച ഇസ്രായേലിന് അവളെ കൊടുത്തു, മനുഷ്യരുടെ ഇടയിൽ അവൾ നിലയുറപ്പിച്ചു.
ഈ ഒരു സാക്ഷ്യ ദൈവാനുഭവം ഈ മകളുടെ കേട്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നൊരു വചനമാണ്. വളരെ നിഷ്കളങ്കരമായ രീതിയിൽ ദൈവത്തെ അന്വേഷിച്ചപ്പോൾ ദൈവം ജ്ഞാനത്തിൻ്റെ വാതിൽ, അത് ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമായ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ജ്ഞാനത്തെ പകർന്നു കൊടുത്ത വലിയൊരു ദൈവാനുഭവം. ഇങ്ങനെ മേഘത്തിൽ നിന്ന് ഈ ജ്ഞാനത്തെ, ദൈവിക ശക്തിയെ പിടിച്ചിറക്കി കൊണ്ടുവരാൻ ഈ മകൾക്ക് കഴിഞ്ഞത് എങ്ങനെയാണ്? അതുമല്ലെങ്കിൽ താൻ സ്നേഹിച്ച ഇസ്രായേലിന്, അതുമല്ലെങ്കിൽ ഈ ദിയ എന്ന കുഞ്ഞുമകൾക്ക് ദൈവ ജ്ഞാനം പകർന്നു കൊടുക്കാൻ, സ്നേഹിച്ച മകൾക്ക് ഇസ്രായേലിന് പകർന്നു കൊടുക്കാൻ കാരണം എന്താണ്? അതിൻ്റെ ഉത്തരം ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിലുണ്ട്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 13-14 തിരുവചനങ്ങൾ. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ഇവിടെ 2 വചനങ്ങളാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. പൂർണ്ണ ഹൃദയത്തോടെ അവിടത്തെ അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ സാധിക്കുന്നത്. രണ്ടാമത്, ഇങ്ങനെ ദൈവത്തെ കണ്ടെത്തി കഴിയുമ്പോൾ ദൈവം നമ്മുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ഈ മകളുടെ ജീവിതത്തിൽ നടന്ന 2 അത്ഭുതങ്ങൾ നമ്മളിപ്പോൾ കേട്ടു. ഐശ്വര്യം പുനഃസ്ഥാപിച്ച 2 വലിയ ദൈവിക ഇടപെടലുകളാണ് നമ്മൾ കേട്ടത്. ഒന്നാമതായിട്ട് നമ്മൾ കണ്ടു, ആ മകൾക്ക് ഒരു കണ്ണിന് 99% കാഴ്ചയില്ലാതിരുന്ന ആ കണ്ണിന് പൂർണ്ണ കാഴ്ച ലഭിച്ചു. രണ്ടാമതായിട്ട് ഈ മകളെ എക്സാമിന് കൂടെ വന്ന് ദൈവമാതാവ് സഹായിച്ചു. അപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ അന്വേഷിക്കുന്നവർക്കാണ് ദൈവം തൻ്റെ സാന്നിധ്യം, സാമീപ്യം വെളിപ്പെടുത്തുന്നത്. പൂർണ്ണ ഹൃദയത്തോടെ എന്ന് പറയുമ്പോൾ നമ്മൾ ആശ്രയിക്കുന്ന, അവലംബം വെച്ചിരിക്കുന്ന ശക്തി അത് ദൈവം തന്നെയായിരിക്കണം. ദൈവമാതാവിലൂടെ നമ്മൾ ഈ ഒരു ദൈവിക സാന്നിധ്യം തന്നെയാണ് തേടുന്നത്. ഇതാണ് ഒരു ഉടമ്പടിയുടെ ക്രക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് എന്നുള്ളത്. അതായത് ഈ ഒരു ദൈവിക സാന്നിധ്യത്തെ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോഴാണ് കണ്ടെത്തുന്നത്. ഇങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നിലയുറപ്പിക്കുന്ന അവളുടെ സാന്നിധ്യം പേറിക്കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അവരുടെ എല്ലാ മേഖലകളിലും നഷ്ടപ്പെട്ടു പോയ ഐശ്വര്യം അത് പുനഃസ്ഥാപിക്കാൻ സാധിക്കും. ഇവിടെയും മറ്റൊരു കാര്യം കൂടി നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് സങ്കീർത്തകൻ പറയുന്ന ഒരു ശക്തമായ കാര്യമാണ്. 69-ാം സങ്കീർത്തനം 13-ാം തിരുവചനം. കരുണാസമ്പന്നനായ ദൈവമേ, അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. പലപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ നമ്മളൊക്കെ ടൈം ദൈവത്തിന് ഇട്ട് കൊടുക്കും. പക്ഷേ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് ഒരു ആപ്റ്റ് ടൈം ആയിരിക്കില്ല. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത്, ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. 5-ാം ക്ലാസ് മുതലാണ് ഈ മകളുടെ ഒരു സഫറിങ് തുടങ്ങുന്നത്. ഇപ്പോൾ ഈ മകൾ സാക്ഷ്യം പറയുമ്പോൾ ഇപ്പോൾ 7-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇന്ന് ആളുകളിലൊക്കെയും ഈ മകൾ പഠനത്തിലും അതുപോലെ തന്നെ കാഴ്ച സംബന്ധമായിട്ടുള്ള മറ്റു ബുദ്ധിമുട്ടുകൾ, തലകറക്കം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു മകളാണ്. പക്ഷേ മരിയൻ ഉടമ്പടി വഴിയായപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഉചിതമെന്ന് ദൈവമാതാവിന് തോന്നിയ സമയത്ത് മാതാവ് ആ ഫയലിൽ ഒപ്പിട്ട് ഈ മകളുടെ ഐശ്വര്യം തിരിച്ചു കൊടുക്കും. ഈ ഒരു സാക്ഷ്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാകും. ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി ഫോക്കസ് ചെയ്യുന്ന ഒരു മരിയൻ ഉടമ്പടിയിലേക്കൊക്കെ അപ്പുറത്ത് ഈ അമ്മയ്ക്കും മകൾക്കും ഒരു നിഷ്കളങ്കമായ സ്നേഹം അവർ ദൈവത്തോട് ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജെറമിയ 29:13-14 തിരുവചനം അനുസരിച്ച് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ തേടിയപ്പോൾ അവർക്ക് ഉത്തരം കിട്ടിയത്. നമുക്കറിയാവുന്ന പോലെ ഓരോ പ്രത്യക്ഷീകരണ സന്നിധാനവും ഒരു സീലോഹ കുളമാണ്. നമ്മുടെ നഷ്ടപ്പെട്ട കാഴ്ചകൾ, നമ്മുടെ നഷ്ടപ്പെട്ട ഐശ്വര്യങ്ങൾ, ഇതൊക്കെ പുനഃസ്ഥാപിക്കുന്ന ഒരു ഇടമാണ് ഓരോ പ്രത്യക്ഷീകരണ മണ്ണും. ഈ ഒരു കൃപാസനത്തിലോട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആലയത്തിലോട്ട് കടന്നു വരുമ്പോൾ
നമുക്കുണ്ടായിരിക്കേണ്ട ഒരു ജീവിത നിലപാട് ഇത് തന്നെ ആയിരിക്കണം. അതായത് പൂർണ്ണ ഹൃദയത്തോടെ മറ്റൊന്നിലും അവലംബം വെക്കാതെ നീ തന്നെയാണ് എൻ്റെ ശരണം. മറ്റു വ്യക്തികളോ ഞാൻ ആർജിച്ചെടുത്ത എൻ്റെ കപ്പാസിറ്റികളോ എൻ്റെ ക്വാളിഫിക്കേഷൻസോ എൻ്റെ ധനമോ പണമോ പ്രസക്തിയോ ഇതൊന്നും നമ്മൾ അവലംബമാക്കരുത്. നമുക്കുണ്ടായിരിക്കുന്ന പ്രത്യേകമായിട്ടുള്ള കഴിവുകളിൽ നമ്മൾ ശരണം വെക്കരുത്. ദൈവത്തെ തന്നെ പൂർണ്ണ ഹൃദയത്തോടെ അവിടത്തെ തേടിയാൽ തീർച്ചയായിട്ടും ജെറമിയ 29:13-14 തിരുവചനം അനുസരിച്ച് അവിടത്തെ കണ്ടെത്താൻ ഏറെ പ്രത്യേകമായിട്ട് മരിയൻ ഉടമ്പടി വഴിയാകുമ്പോൾ പരിശുദ്ധ ദൈവമാതാവൻ നമ്മളോട് കരുണ തോന്നി സമയച്ചുരുക്കത്തിൽ അത് സാധ്യമാകും. അത് എത്ര വലിയ കിറാമുട്ടിയായ വിഷയങ്ങളാണെങ്കിൽ പോലും അത് സാധ്യമാണ് എന്നാണ് അനുദിനം ഈ അൾത്താരയിൽ പറയുന്ന സാക്ഷ്യങ്ങൾ നമ്മളോട് വിളിച്ചോതുന്നത്. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. പരിശുദ്ധമേ, ദൈവമാതാവേ, ഈ മക്കളുടെ ജീവിതത്തിൽ നീ ഇടപെട്ട ആ ഒരു കാരുണ്യത്തിന്, അവരോട് നീ കാണിച്ച കരുതലിന് ഒക്കെ ഞങ്ങൾ നന്ദി പറയും. ഇതുപോലെ തന്നെ ഓരോരോ മക്കള് ആകുലപ്പെട്ട് നൊമ്പരപ്പെട്ട് പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ തേടി അശരണരായി വരുന്ന ഓരോ മക്കളെയും നീ സന്ധിക്കണമേ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ലിവിങ് ഓറക്കിൾ ശുശ്രൂഷയിൽ തീക്ഷ്ണതയോടെ പങ്കെടുത്തുകൊണ്ട് തങ്ങളുടെ നൊമ്പരങ്ങൾ ഇറക്കി വയ്ക്കുന്ന മക്കളെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിലെ അനുദിന ശുശ്രൂഷകളിൽ ഏറെ പ്രത്യേകമായിട്ട് മരിയൻ ഉടമ്പടി ധ്യാനത്തിലും അവർ ഡെയിലി ബ്രെഡ് ശുശ്രൂഷയിലും ഒക്കെ പങ്കെടുത്തുകൊണ്ട് തങ്ങളുടെ നിയോഗങ്ങൾ, നൊമ്പരങ്ങൾ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ നിയോഗങ്ങളെയും ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കൃപ വന്ന് നിറയുവാൻ അവരുടെ അന്തരംഗങ്ങളെ നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുക്കമുള്ള ഒരു ഹൃദയം നൽകി ആ മക്കളെ നീ നിന്റെ കൃപയ്ക്ക് പാത്രമാക്കണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആവേ മരിയ. നമ്മുടെ കൃപാസനം പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനോടൊപ്പം സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ, ഏറെ പ്രത്യേകമായിട്ട് +2 ഡിഗ്രി പാസ്സായ മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ CV അയയ്ക്കുക. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ നിങ്ങൾക്കൊരു ആന്തരിക ബോധ്യം, അതുമല്ലെങ്കിൽ ദൈവപിതാവ് നിങ്ങളെ വിളിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.